കേരളത്തിൽ നിന്ന് എത്തിയ ബി.ജെ.പിയുടെ ജനപ്രതിനിധി സംഘം ഇന്ന് പ്രധാനമന്ത്രിയുമായി കൂടിക്കാഴ്ച നടത്തുന്നതായിരിക്കും. ഈ പ്രധാനമന്ത്രിക്ക് പുറമെ അമിത്ഷാ ഉൾപ്പെടെയുള്ള നേതാക്കളുമായും ഇന്ന് കൂടിക്കാഴ്ച നടത്തുന്നതായിരിക്കും. ഇപ്പോൾ നമ്മളോടൊപ്പം രാജേഷും അതുപോലെ തന്നെ കേരളത്തിൽ നിന്നുള്ള ബി.ജെ.പിയുടെ ജനപ്രതിനിധികൾ അടങ്ങുന്ന സംഘവുമുണ്ട്. രാജേഷ്, ഇന്നത്തെ ഈ കൂടിക്കാഴ്ചയിൽ എന്തൊക്കെ വിഷയങ്ങളായിരിക്കും ഉന്നയിക്കുക? കേരളത്തിലെ തദ്ദേശ സ്ഥാപനങ്ങളിലൂടെ ജനങ്ങൾക്ക് ഏതൊക്കെ തരത്തിൽ ഗുണം കിട്ടും, കേന്ദ്ര ഗവൺമെൻറ് ഭരണത്തെ ഇടപെടുത്താൻ സാധിക്കും, അങ്ങനെയുള്ള സാധ്യമായ എല്ലാ കാര്യങ്ങളും ഞങ്ങൾ നന്നായിട്ട് ഹോംവർക്ക് ചെയ്തിട്ടുണ്ട്. ആ കാര്യങ്ങളൊക്കെ തന്നെ ഞങ്ങൾ പറയാൻ പറ്റുന്നവരോടൊക്കെ പറയും. ഈ തിരുവനന്തപുരത്തിന് എന്തൊക്കെ പ്രതീക്ഷിക്കാം? നിങ്ങൾ എന്തെങ്കിലും ഒരു പ്രത്യേക ആവശ്യങ്ങളെന്ന് ഉന്നയിക്കൂ? തിരുവനന്തപുരത്ത് ഇപ്പോൾ ലൈഫ് ഭവന പദ്ധതിയുടെ 2ാം ഘട്ടം സംസ്ഥാന സർക്കാർ ഒപ്പുവയ്ക്കാത്തത് കൊണ്ട് ഒരു 2000 പേർക്ക് തിരുവനന്തപുരത്ത് സ്ഥലം അനുവദിച്ചിട്ട് വീട് കൊടുക്കാൻ പറ്റുന്നില്ല. പിന്നെ നമ്മൾ നിരന്തരം പറയുന്നത് പോലെയുള്ള വേസ്റ്റ് മാനേജ്മെൻറ്റ്, സ്ട്രേ ഡോഗ്സിൻ്റെ ഇഷ്യൂ, ഇത് പരിഹരിക്കുമ്പോൾ മാത്രമേ അവിടെ എന്ത് വികസനം നടത്തിയാലും അത് പ്രതിഫലിക്കുകയുള്ളൂ. അങ്ങനെയുള്ള കാര്യങ്ങൾ ഞങ്ങൾ പറയും. പിന്നെ മനോഹർലാൽ ഖട്ടാർജി, അതായത് കേന്ദ്ര അർബൻ ഡെവലപ്മെൻറ്റ് മിനിസ്റ്റർ വരുന്നുണ്ട്, അദ്ദേഹത്തോട് ഭരണം മെച്ചപ്പെടുത്തുവാൻ ആവശ്യമായ കാര്യങ്ങൾ, ഇപ്പോൾ CM ഡാഷ്ബോർഡൊക്കെ ഉണ്ടല്ലോ ഗുജറാത്തിൽ, അത്തരത്തിൽ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ നമുക്ക് എങ്ങനെ ചെയ്യാൻ സാധിക്കും, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ തന്നെ ചർച്ച ചെയ്യണമെന്നുള്ളതാണ് മനസ്സിലുള്ളത്. പിന്നെ എങ്ങനെയാണ് ചർച്ചകൾ പുരോഗമിക്കുന്നത് അനുസരിച്ചിട്ട് ഇപ്പം ഞങ്ങളെല്ലാവരും ഒരുമിച്ചുണ്ട്, നന്നായിട്ട് എല്ലാവരും ഹോംവർക്ക് ചെയ്തിട്ടുണ്ട്. അങ്ങനെ വരുന്ന സമയത്ത് ഞങ്ങൾ ഒരുമിച്ച് ആലോചിച്ചിട്ട് മറ്റു കാര്യങ്ങളൊക്കെ പറയും. ആശയുടെ ആദ്യത്തെ ഡൽഹി യാത്രയാണ് അല്ലേ? ആദ്യത്തെ ഡൽഹി യാത്രയാണ്. ഒരുപാട് സന്തോഷം. കാരണം ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഓരോ സ്ഥലത്തും നമുക്ക് കിട്ടുന്ന സ്നേഹം, നമ്മൾ കേരളം കഴിഞ്ഞിട്ട് നമ്മൾ ഓരോ സ്റ്റേറ്റ് വൈസ് നമ്മൾ ഇറങ്ങുമ്പോൾ, ഓരോ റെയിൽവേ സ്റ്റേഷനിൽ നമ്മൾ ഇറങ്ങുമ്പോൾ അത്രത്തോളം സ്നേഹം നമുക്ക് ഓരോ ജനപ്രതിനിധികൾക്കും അവർ തന്നു. കാരണം നമ്മളിൽ ഓരോ പ്രതീക്ഷ, നമ്മൾ തിരുവനന്തപുരത്ത് നിങ്ങൾ ആദ്യമായിട്ടാണ് തിരുവനന്തപുരം മേയറും ഡെപ്യൂട്ടി മേയറൊക്കെ തന്നെ വന്നത്. അപ്പോൾ അത് ഒരുപാട് ആളുകൾ ഒരുപാട് പ്രതീക്ഷ വയ്ക്കുന്നുണ്ട്. തിരുവനന്തപുരം നമ്മൾ സൂചിപ്പിച്ച പോലെ തന്നെ മാറാത്തത് മാറുമെന്നാണ് നമ്മൾ പറഞ്ഞത്. തീർച്ചയായിട്ടും തിരുവനന്തപുരം ഒരുപാട് വികസന സാധ്യതയുള്ളൊരു നഗരമാണ്. തീർച്ചയായിട്ടും ഞങ്ങൾക്ക് ഒരുപാട് വികസനം കൊണ്ടുവരാൻ സാധിക്കുമെന്ന് എല്ലാവരും പ്രതീക്ഷിക്കുന്നു. അതിൻ്റെ അടിസ്ഥാനത്തിൽ നമുക്ക് ഈ ഡൽഹി വരെ നമുക്ക് കിട്ടിയിട്ടുള്ള ഒരു സ്വീകരണം നമുക്ക് പറഞ്ഞറിയിക്കാൻ പറ്റുന്നില്ല. അത്രയ്ക്ക് സന്തോഷകരമായിട്ടുള്ള സ്വീകരണമാണ് ഞങ്ങൾക്ക് കിട്ടിയിട്ടുള്ളത്. ഇന്നലെ ബി.ജെ.പി. ദേശീയ അധ്യക്ഷന്റെ ചടങ്ങിൽ പങ്കെടുത്തു. ഈ അധ്യക്ഷൻ എന്തൊക്കെയാണ് പറഞ്ഞത്? ഞങ്ങൾക്ക് വരുന്ന തിരഞ്ഞെടുപ്പിലും ഏറ്റവും ഇൻസ്പിറേഷണൽ ആയിട്ടുള്ള ഒരു ടോക്ക് തന്നെയാണ് നൽകിയിട്ടുള്ളത്. കാരണം ജനപ്രതിനിധികളായിട്ട് വിജയിച്ചു വന്നതിൽ ഹൃദ്യമായിട്ടുള്ള അഭിനന്ദനങ്ങൾ അറിയിക്കാനും, ഒപ്പം കേരളത്തിൽ ഇന്ന് നടക്കുന്ന സാഹചര്യങ്ങളെയൊക്കെ മറികടന്നുകൊണ്ട് എങ്ങനെ ഭരണത്തിലേക്ക് എത്താം എന്നുള്ളതിനെ കുറിച്ചൊക്കെ വ്യക്തമായിട്ട് അദ്ദേഹം സൂചിപ്പിക്കുകയുണ്ടായി. ഇവിടെ അതിനനുസരിച്ചിട്ടുള്ള സൗകര്യങ്ങളും ഒരുക്കി തന്നുകൊണ്ട് കേരളം മുതൽ ഡൽഹി എത്തുന്നത് വരെ ഏറ്റവും ആഹ്ലാദകരമായിട്ടുള്ളൊരു യാത്രയാണ് ഞങ്ങൾക്ക് സാധ്യമായിട്ടുള്ളത്. അത് മാധ്യമങ്ങൾ ഏത് തരത്തിൽ അതിനെ ചിത്രീകരിച്ചാലും തീർച്ചയായിട്ടും ഞങ്ങളെ ജനപ്രതിനിധികളെ സംബന്ധിച്ചിടത്തോളം ഒരിക്കലും മറക്കാനാകാത്ത ഒരു എക്സ്പീരിയൻസ് ആണ് ഈ യാത്രയിലൂടെ ലഭിച്ചിട്ടുള്ളത്. പക്ഷേ നിയമസഭാ തെരഞ്ഞെടുപ്പ് ഇങ്ങെത്തി. കോർപ്പറേഷന്റെ കീഴിൽ 4 മണ്ഡലങ്ങളുണ്ട്. എത്ര അവിടെ എങ്ങനെയായിരിക്കും വിജയം? ഞാനിപ്പോൾ സീറ്റ് എണ്ണം പറയില്ലെന്ന് നിങ്ങൾക്കറിയാമല്ലോ. കേരള നിയമസഭയിൽ ഏറ്റവും ഒരു നിർണായക ശക്തിയായിട്ട് ബി.ജെ.പി. മാറും ഈ തെരഞ്ഞെടുപ്പിൽ. കോർപ്പറേഷന്റെ പരിധിയിൽ ഏറ്റവും നല്ല റിസൾട്ട് വരാൻ പോകുന്നത് ബി.ജെ.പിക്ക് അനുകൂലമായിട്ടാണ്. തീർച്ചയായിട്ടും. ഈ യാത്രയെ സംബന്ധിച്ച് ഇപ്പം നേരത്തെ പറഞ്ഞ പോലെ ഒരു ദൂർത്താണെന്നൊക്കെ ഉള്ളൊരു ആക്ഷേപം ഇങ്ങനെ പറയുന്നുണ്ട്. അതിലെന്താണ്? ട്രെയിനിൽ കയറി ടിക്കറ്റ് എടുക്കാതെ വരാൻ പറ്റൂ, ഭക്ഷണം കഴിക്കാതിരിക്കാൻ സാധിക്കില്ലല്ലോ. അപ്പം അത് ആർക്കെങ്കിലും ട്രെയിനിൽ കയറി ടിക്കറ്റ് എടുക്കാതെ ഭക്ഷണം കഴിക്കാതെ ഡൽഹിയിലെത്താൻ പറ്റൂ? അതിലപ്പുറം ഞങ്ങൾ എന്താ ചെയ്തത്? ഡൽഹിയിൽ വന്നാൽ താമസിക്കുന്ന സ്ഥലത്തിനും ഈ ഓഫീസിനിടയ്ക്ക് നടന്നു പോകാൻ സാധിക്കുമോ? അതിലൊരു ബസ്സിൽ കയറിപ്പോയി. ഇതിലപ്പുറം എന്താണ് ചെയ്തത്? പിന്നെ ഇത് തന്നെ ചെയ്തു തരുന്നത് ഞങ്ങളുടെ പാർട്ടിയാണ്. അപ്പം ഞങ്ങളുടെ പാർട്ടിക്ക് പാർട്ടിയുടെ പ്രവർത്തകരെ കൊണ്ടുവരാനും ട്രെയിനിങ് കൊടുക്കുവാനൊക്കെയുള്ള സ്വാതന്ത്ര്യം ഇല്ലേ? പിന്നെ ഈ ആരോപണം ഉന്നയിക്കുന്നവരൊക്കെ തന്നെ സ്വന്തം കാര്യത്തിനുൾപ്പെടെ ഗവൺമെൻറ് പണം ഉപയോഗിച്ചിട്ടുള്ളവരാണ്. അവരുടെ അനുഭവം വെച്ച് പറയുന്നത്. അതിനൊന്നും ഞങ്ങൾ മറുപടി പറയുന്നില്ല. ഞങ്ങളുടെ പാർട്ടിക്ക് പൊതുപണം എങ്ങനെയാണ് ചെലവഴിക്കേണ്ടത്, പാർട്ടി പ്രവർത്തനം എങ്ങനെയാണ് നടത്തേണ്ടത്, ഉത്തമ വിശ്വാസമുണ്ട്. അതുകൊണ്ടാണ് ജനങ്ങൾ അംഗീകരിക്കുന്നത്. അതുകൊണ്ട് ഞങ്ങൾ ആ പ്രചരണം ഞങ്ങൾ മുഖവിലേക്ക് എടുക്കും. ഒരു അവസാനത്തെ ചോദ്യം, പ്രധാനമന്ത്രിയെ കാണുമ്പം തിരുവനന്തപുരത്തിന് വേണ്ടി എന്തായിരിക്കും ചോദിക്കുക? തിരുവനന്തപുരത്തെ ഇന്ത്യയിലെ ഏറ്റവും മികച്ച നഗരമാക്കാൻ വേണ്ടിയുള്ള എല്ലാ സഹായവും ചെയ്യാമെന്ന് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. അതിനെന്തൊക്കെ ചോദിക്കാൻ സാധിക്കും അതൊക്കെ ചോദിക്കും. അതെന്തായിരിക്കും? അതിൽ ഒരു നമ്മുടെ അടിസ്ഥാന കുറച്ച് പ്രശ്നങ്ങളുണ്ടല്ലോ, ഞാൻ എപ്പോഴും പറയാറുണ്ടല്ലോ, അത് പരിഹരിക്കണം. അതോടൊപ്പം തന്നെ ഡെവലപ്മെന്റൽ ആക്ടിവിറ്റീസിൽ ഏതൊക്കെ തരത്തിൽ സഹായിക്കാൻ സാധിക്കുമോ അക്കാര്യങ്ങളൊക്കെ ചോദിക്കും. തിരുവനന്തപുരത്തിന്റെ വികസനം മാത്രമല്ല, കേരളത്തിന്റെ വികസനത്തെ സംബന്ധിച്ചിടത്തോളം വളരെ നിർണായകമാണ് ഇന്ന് ഡൽഹിയിൽ നടക്കാൻ വേണ്ടി പോകുന്ന ഈ യോഗങ്ങൾ എന്ന കാര്യത്തിൽ സംശയമില്ല. ഡൽഹിയിൽ നിന്നും ഷിജു പട്ടുവത്തിനൊപ്പം ബി ബാലഗോപാൽ, മാതൃഭൂമി ന്യൂസ്.